യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം നമ്മളെപ്പോഴും ചിന്തിക്കുന്നതാണ്. അത് അറിഞ്ഞുള്ള അനുസരിക്കുന്നവരാണ്, കേട്ടവരാണ്. അനുസരണം ഉണ്ടോ എന്നുള്ള എനിക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. 24-14-15 പെട്ടെന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 24-ന്റെ ഇവിടെ യോശുവ ജനത്തോട് പറയുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രസംഗമല്ല, വേറെ ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ 14-ാം വാക്യം 15-ാം വാക്യം പറയുന്നത്, ആകയാൽ നിങ്ങൾ ആരെ ഭയപ്പെട്? യഹോവയെ ഭയപ്പെട്. നമ്മൾ സാധാരണ പറയും യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ഭാഗ്യവാനാകണമെങ്കിൽ, നീ ശ്രേഷ്ഠനാകണമെങ്കിൽ, നീ ഉന്നതനാകണമെങ്കിൽ, നീ ദൈവ വാക്ക് കീഴ്പ്പെട്ട് യഹോവയെ ഭയപ്പെടുന്നവനായിരിക്കണമെന്ന് യോശുവ ജനത്തോട് പറയുന്നു. നിങ്ങൾ ആരെ ഭയപ്പെടണം? യഹോവയെ ഭയപ്പെട്ട്. നിന്റെ ഹൃദയം എന്തായിരിക്കുന്നത്? യഹോവയെ ഭയപ്പെടുക മാത്രമല്ല, നിന്റെ ഹൃദയം എന്തായിരിക്കണം? പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നീ ദൈവത്തെ അനുസരിക്കുകയും സേവിക്കുകയാണ്. അപ്പോ ഒന്ന് ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. ഈ വാക്യം വായിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്താം. ഈ യോശുവ എന്ന് പറയുന്ന വ്യക്തി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരാൽ തെരഞ്ഞെടുക്കപ്പെട്ടു? 6000 മിലിറ്ററിയോട് നിന്ന് പുറപ്പെട്ടപ്പോൾ ഏതാണ്ട് ബൈബിളിന്റെ കണക്ക്, പഠിതാക്കളുടെ കണക്ക് പ്രകാരം ഒരു 30 ലക്ഷം ജനമാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്യുന്നതിൽ 6 ലക്ഷം പേരെ മോശ മുഖാന്തരം തെരഞ്ഞെടുത്തു. മനസ്സിലായ? ഈ 6 ലക്ഷം പേരെ തെരഞ്ഞെടുത്തതിന് ശേഷം അതിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. എന്തിന്? കാനാൻ നാടൊന്ന്. എല്ലാവരും തെരഞ്ഞെടുപ്പിൽപ്പെട്ടവരല്ല കേട്ടോ. എല്ലാവരും പുസ്തകം കൊണ്ട് നടക്കണ്ട കേട്ടോ. നിന്നെ വിളിച്ച വിളിക്ക് ഉന്നതമായി യോഗ്യമായി നീ തരമായി കഴിഞ്ഞാൽ മാത്രമേ നീ യഹോവയെ ഭയപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? യോശുവയെ എന്ത് ചെയ്തു? ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ ആരായിരുന്നു? ഈ 6 ലക്ഷത്തില് അല്ലെങ്കിൽ 30 ലക്ഷത്തിലെ പേരില് 6 ലക്ഷത്തിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തിൽ 12 പേരിൽ ഒരുവനായിരുന്നു ആര്? യോശുവ. ഇനി 12-ല് 10 പേരും മരുഭൂമിയിൽ എന്ത് ചെയ്തു? പട്ടുപോയി. 2 പേര് യോശുവയും കാലേബും മാത്രമാണ് എവിടെ എത്തിച്ചേർന്നത്? കാനാനിൽ എത്തിച്ചേർന്നത്. അപ്പൊ ചോദിച്ചു, 2 പേരെ പോയി? അല്ല, അവിടെ നിന്ന് പുറപ്പെട്ടതില് കാനാൻ ദേശത്തെക്കുറിച്ച് വെളിപ്പാട് കണ്ട് പുറപ്പെട്ടവര്, ദർശനം കണ്ട് പുറപ്പെട്ടവര്, ഉന്നതമായ വിളി കേട്ട് പുറപ്പെട്ടവര് എത്ര പേര്? അങ്ങനെയെങ്കിൽ നാം അവിടെ എത്തിച്ചേരുമോ എന്ന് പേൽക്കാരൻ ചിന്തിക്കുക. നമ്മുടെ വിശ്വാസം പ്രത്യാശയും എങ്ങനെയാണ്? 6 ലക്ഷം എന്ന് പറഞ്ഞാലും മിലിറ്ററി, അതിന്റെ 30 ലക്ഷം മൊത്തം. അതിൽ നിന്ന് മോശ എത്ര പേരെ തിരഞ്ഞെടുക്കുന്നു? ഹല്ലേലൂയ. ഈ 6 ലക്ഷത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് കടത്തി വിടുമ്പോൾ, യോർദാന്റെ കനാൻ ദേശം ഒറ്റ നോക്കാൻ പോകുമ്പോൾ അതിൽ വന്ന് അതിശേഷി എത്ര പേര്? എന്തേ മരുഭൂമിയിൽ പട്ടുപോയി? ഇവിടെ ഒരു പറച്ചിലുണ്ട്, കൈ അടിച്ചവരൊക്കെ സ്വർഗ്ഗത്തിലെത്തുന്നു. കൈ അടിച്ചവരെ സ്വർഗ്ഗത്തിൽ പോകുന്ന പറഞ്ഞ് നടക്കണേ ഒരു വിഭാഗം സഭക്കാര്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അതും പറയാണ്, ഞാൻ കൈയടിച്ച് നടക്കുന്നപ്പോൾ സംസാരിക്കാൻ നേരില്ല. കൈ അടിച്ചവരൊക്കെ സ്വർഗ്ഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആരൊക്കെ പോവും? കൈയടിച്ചവരെല്ലാവരും പോവുകയല്ല കേട്ടോ. വിളിയുടെ ആശയിൽ നിന്ന് തിരഞ്ഞെടുത്ത് 2 തെസ്സലോനിക്കർ 2:14 പറയുന്ന പോലെ നിങ്ങൾ വിളിച്ചത് എന്തിനാണെന്നൊരു അറിവ് പ്രാപിച്ച് അവന്റെ ശോഭ പ്രാപിപ്പാൻ, അവന്റെ മഹത്വം പ്രാപിപ്പാൻ, അവനോടുകൂടി ഇരിപ്പാൻ, അവനോടുകൂടെ നടപ്പാൻ, അവനോട് വാഴുവാൻ, അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുവാനാണ് ഒരു വിശ്വാസിനെ വിളിച്ച് പത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? യോഗ്യമായി വണ്ണം നടക്കണം. ദൈവം പറഞ്ഞതുപോലെ നടക്കണം. അനുസരണമുള്ളവനായി തീരണം. നീ പട്ടുപോകാൻ ഇടവരുത്തരുത്. യോശുവ അവനെ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. അവൻ പ്രത്യാശയുള്ളവനായിരുന്നു. അവൻ വിശ്വാസമുള്ളവനായിരുന്നു. അവൻ ധൈര്യമുള്ളവനായിരുന്നു. അവൻ എന്ത് കാര്യത്തിനും മുന്നിൽ നിൽക്കുവാൻ തയ്യാറായിരുന്നു. ആരൊക്കെയായിരുന്നു? അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു, പ്രത്യാശയുള്ളവനായിരുന്നു, അവൻ വിശ്വാസമുള്ളവനായിരുന്നു, അവൻ യുദ്ധത്തിൽ മുൻപന്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുവാൻ
തയ്യാറുള്ളവരെന്നു മോശ പറഞ്ഞത് മുഴുവനും അനുസരിക്കുന്നവനായിരുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വയ്ക്കുക. എല്ലാവരും എത്തിച്ചേരില്ല എന്ന്. എവിടെ? സ്വർഗത്തില് കൈയടിച്ചവനും കണ്ണടച്ചവനും അവിടെ. ആൾക്കാർ പറയുന്നതെന്നറിയോ? കൈയടിച്ചവനൊക്കെ അവിടെ എത്തും, പിന്നെ കണ്ണടച്ചവനും അവിടെ. കണ്ണടയ്ക്കുന്ന എല്ലാവരും കണ്ണടയ്ക്കും ഇല്ലേ? എല്ലാവരും കണ്ണടയ്ക്കില്ലേ? മരിക്കുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കും. അപ്പൊ ഇവരെ തീരെ എന്താണെന്നറിയോ? കൈയടിച്ചവനും കണ്ണടച്ചവനും അവിടെ എത്തും. ജനിച്ചവനും മുഴുവനും കണ്ണടയ്ക്കും. അവരെല്ലാവരും അവിടെ എത്തില്ല. എവിടെ എത്തില്ല? ഒന്നുകിൽ നരകത്തിലെ സ്വർഗത്തിലെത്തണമെങ്കിൽ നീ കൃത്യമായി ജീവിക്കുക, കൃത്യമായി വളരുക, വചനം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുക, ധൈര്യമുള്ളവനായിരിക്കുക, പ്രത്യാശയുള്ളവനായിരിക്കുക, ദൈവമാണ് എന്നെ വിളിച്ചെന്നുള്ള അറിവ് പ്രാപിക്കുക, ദൈവം പറഞ്ഞ അച്ഛനോട് തീരുക, യുദ്ധത്തിൽ നീ മുന്നിൽ നിന്ന് ദൈവത്തിന് വേണ്ടി പോരാടുക. അവർ മാത്രമാണ് ഇവിടെ എത്തുന്നത്. അതാണ് ദാനിയേലേ, നീ പോയി ശ്രമിച്ചില്ല, നിന്റെ ഓഹരി നീ പ്രാർത്ഥന നീ എഴുന്നേറ്റ് വരും. അനേകര് ലജ്ജയ്ക്ക് എഴുന്നേറ്റ് വരും. അനേകര് ഈ ആകാശത്തിലെ പ്രഭ പോലെ വരുന്നവരുണ്ട്. അനേകര് നക്ഷത്രം പോലെ ശോഭിക്കാൻ വരുമ്പോൾ നിന്റെ സ്ഥിതി ലജിക്കുന്നതിന് വേണ്ടിയാണോ വരുന്നതെന്ന് ഒരു കാര്യം ചിന്തിക്കുക. യോശുവ ഹല്ലേലൂയ, അവൻ എന്ത് ചെയ്തു? അവൻ ധൈര്യമുള്ളവനായി യുദ്ധത്തിൽ മുന്നോട്ട് നിന്നു. അവിടെ പറയുന്നത് 14 വാക്യം, യഹോവയെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. രണ്ടാമത് എന്ത് ചെയ്യണം? നീ പരമാർത്ഥ ഹൃദയം ഉണ്ടായിരിക്കണം. ഈ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോഴേ, ഈ ഉദ്യോഗം നടത്തുമ്പോഴേ നിന്റെ ഉള്ളിൻ്റെ ഉള്ളൊരു പരമാർത്ഥം. കാശിന് വേണ്ടിയല്ലാന്ന്, പണത്തിന് വേണ്ടിയല്ലാന്ന്, സമ്പാദിക്കാൻ മാത്രമല്ലാന്ന്, 150 കോടി 500 കോടി മേടിക്കാനല്ലാന്ന് ഇതിൽ വരുന്നത്. നിന്റെ കയ്യിൽ കൂടുതലിട്ട് നീ എന്ത് ചെയ്തോ? അപ്പം ചെലവഴിച്ചോ? ഞാൻ കഴിഞ്ഞ ദിവസം പോയത് എൻ്റെ ദശാംശം കൊടുക്കാനും മറ്റുള്ള പാർശ്വമാർക്ക് കുറച്ച്. അപ്പം നിന്റെ കയ്യിലുള്ളത് എന്ത് ചെയ്യണം? നീ കൂട്ടി വെച്ച്. അതുകൊണ്ട് നീ പിച്ചക്കാരനെ നടക്കണ്ട കേട്ടോ. നിന്റെ കയ്യിൽ വരുമ്പോൾ നീ അതനുസരിച്ച് എന്ത് ചെയ്യണം? ദൈവത്തിന് വേണ്ടി കൊടുക്കുക. നീ തയ്യാറാകണം. എല്ലാം നീ സമ്പാദിച്ച് നീ എന്ത് ചെയ്യണ്ട? കൂട്ടി വെച്ചിട്ട് നിനക്ക് അവിടെയും കിട്ടില്ല ഇവിടെയും കിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഒരു തുമ്പും കിടക്കാത്ത സ്ഥലത്ത് നിന്റെ എന്ത് ചെയ്യും? നിക്ഷേപം സൂക്ഷിക്കേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ? യോശുവയ്ക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ചെയ്തതിനുള്ള കൂലി എനിക്ക് ലഭിക്കും, ഞാൻ ചെയ്യുന്നുള്ള കൂലി ലഭിക്കും. ഹല്ലേലൂയ. ആ വാക്യം പ്രത്യേകിച്ച് വായിക്കാൻ പെട്ടെന്ന്. ഒന്ന്, യഹോവയെ ഭയപ്പെടുക, പരമാർത്ഥ കൃത്യങ്ങൾ ദൈവം സേവിക്കുക. 3, യഹോവയെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പിൻപോകാൻ പറ്റും. ഇത് സേവിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. യഹോവയെ നീ സേവിക്കുക. നിനക്ക് സേവിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്ത് ചെയ്തോ? നീ വലിയ കഷ്ടപ്പെട്ടോടെ നിൽക്കൊന്നും വേണ്ട. നീ എവിടേക്ക് പൊക്കോ? മിസ്രൈമില് നിന്റെ പിതാക്കന്മാർ സേവിച്ച ആ അന്യദൈവങ്ങളെ, ആ ഭൂതങ്ങളെ, ആ കാളക്കുട്ടീനെ നീ എന്ത് ചെയ്തോ? ആരാധിച്ചോ? പൊക്കോ. ഇവിടെ എന്തില്ല? ദൈവത്തിന് കുറെ ആൾക്കാർ വേണമെന്നൊന്നുമില്ല. ഉണ്ടാ? ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ട്. ഒരു പാസ്റ്റർ ഒന്ന് ചോദിച്ചു, പാസ്റ്ററെ ദൂതന്മാരെ കുറിച്ച് എന്താ അറിവ്? ഞാൻ പറഞ്ഞു, ബൈബിൾ എന്തുണ്ട്? 6 ഗണം, പ്രധാനപ്പെട്ട 6 ഗണം ദൂതന്മാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ വന്ന മിസ്രൈമിൽ വന്ന സംഹാര ദൂതന്മാരുണ്ടായിരിക്കും, മെസ്സേജ് കൊടുക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൂതന്മാരുണ്ട്. അങ്ങനെ 6 ഗണം ദൂതന്മാര് നമുക്കുണ്ട്. അദ്ദേഹം ഇപ്പോൾ വലിയൊരു അഖിലേന്ത്യ പാസ്റ്റർ കേട്ടാ, വലിയ പാസ്റ്ററായി. അദ്ദേഹമൊക്കെ പഠിച്ചു, നല്ല നിശ്ചയം പ്രാപിച്ച്. ഞാൻ പറഞ്ഞ ആശയം, ഹല്ലേലൂയ, നാം ഏതാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബൈബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും, ധ്യാനിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും. അത് എന്നിട്ട് അവൻ പറയുന്നതെന്നറിയുമോ? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്തോ? മടങ്ങിപ്പൊക്കോ. അവിടെ ദൈവങ്ങൾ കുറേ ഉണ്ട്. കേരളത്തെ ദൈവമുണ്ട്, ഇന്ത്യയിലത്തെ ദൈവമുണ്ട്, കന്നഡത്തെ ദൈവമുണ്ട്, പല നാട്ടിലത്തെ പല മോശമായ ദൈവം. അതിനൊക്കെ നീ എന്ത് ചെയ്തോ? തൃശ്ശൂരിൽ നിന്ന് ദൈവം, തൃശ്ശൂരിൽ നിന്ന് വീട്ടിലൊരു ദൈവം കണ്ടോ നിങ്ങൾ? തൃശ്ശൂരത്തെ ദൈവമാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന വീട്ടുകാരിവിടെ ആരെ വെക്കിന്? അശാന്ത ചൈനയിൽ നിന്ന് ഓരോ. അപ്പൊ അവർക്കൊക്കെ പല ദൈവങ്ങളാണ്. അപ്പോൾ നമുക്ക് എത്ര ദൈവമുണ്ട്? ഒരേ ഒരു ദൈവം. ആ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. ഞാൻ സാധാരണ പറയും, നിന്റെ വീട്ടില് തുപ്പിട്ടിട്ട കുരിശായാലും അത് തെറ്റണമെന്ന് ആരെങ്കിലും പറയുമോ? നിന്റെ വീട്ടിൽ ഇപ്പൊ എന്താ വെച്ചിരുന്നേ? തുപ്പിട്ടിട്ട ക്രിസ്തുവിന് അല്ല കുരിശ്. കുരിശ് എവിടെ ഉണ്ടായിരിക്കണം? നിന്റെ ഹൃദയത്തിലായിരിക്കണം. ക്രിസ്തു എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉരുവാകുക. ക്രിസ്തു നിന്റെ ഹല്ലേലൂയ നീ മുഖാന്തരം വെളിപ്പെടുത്തുക. അല്ല, നീ ചുമരുമ വെച്ച ക്രിസ്തു ഇതൊന്നും എന്തല്ല, വിശ്വാസികൾക്ക്
യോജിച്ചതല്ല എന്ന് നാം വിശ്വാസികളായ നാം മനസ്സിലാക്കണം. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച്. നിനക്ക് യഹോവയെ സേവിക്കുന്ന നന്നല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നദിക്ക് അക്കരെ വെച്ചൊരു ദൈവമുണ്ട്. നിന്റെ പിതാക്കന്മാർ സേവിച്ച ദൈവം അമോര് ദൈവത്തെയോ നീ തെരഞ്ഞെടുത്തോ? നിനക്ക് തെരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്? യഹോവയെ സേവിക്കാൻ തയ്യാറാണ്. യഹോവയെ സേവിക്കുന്ന യോശുവയ്ക്ക് എന്തൊക്കെ നല്ല ദാനങ്ങൾ ദൈവം കൊടുത്തു എന്ന് 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം. യോശുവ എന്ത് ചെയ്തു? ഞാനും എൻ്റെ കുടുംബം എന്ത് ചെയ്യും? അവന് മാത്രമല്ല, അവിടെ ലക്ഷക്കണക്കിന് ജനം അവിടെ ഉള്ളപ്പോൾ അവൻ പറയണ ധൈര്യത്തോടുകൂടെ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും? യഹോവയെ സേവിക്കും. നിങ്ങൾ എന്ത് ചെയ്തോ? നദിക്ക് അക്കരെയുള്ള ദൈവങ്ങളെ നീ എന്ത് ചെയ്തോ? സേവിച്ചോ, നീ ആരാധിച്ചോ. എങ്ങൾക്കൊരു വിരോധമില്ല. നീ അവന് കൊടുത്തോ, കിട്ടിയെങ്കിൽ മേടിച്ചോ, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ ചുരുങ്ങി 30 ലക്ഷത്തിന് മനസ്സിലായ 6 ലക്ഷമായി. 6 ലക്ഷത്തിൽ നിന്ന് 12ആയി. 12-ന് ഇപ്പൊ എന്തായി? തനിച്ചായി. ഏലിയാവ് പറഞ്ഞില്ലേ, തനിച്ച് നിന്ന് ദൈവത്തെ പൂഴ്ത്തി അവന്റെ യാഗപീഠത്തിന്മേൽ തീ ഇറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചതുപോലെ നാം ദൈവമായിട്ടുള്ള ബന്ധം വന്നു കഴിയുമ്പോൾ, നാമും ദൈവമായിട്ട് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് അറിയാമോ? എനിക്ക് നാട്ടുകാരെ രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ല. രക്ഷിക്കപ്പെടൂല അവര്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ മാറ്റം വരുമോ? പോവാ. നിങ്ങളിപ്പോൾ എൻ്റെ വിശ്വാസികളാണല്ലേ, നിങ്ങളൊരു പാസ്റ്റ കണ്ട എന്ത് ചെയ്യും? നിങ്ങളുടെ ഇടയനല്ല ആണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പാസ്റ്റ എന്ന് വിളിക്കും. വിളിക്കേണ്ടി പറ്റുന്നില്ല. എല്ലാവരും വിളിക്കായിരിക്കും. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും? നിന്റെ പാസ്റ്റ നീ വിളിച്ചോ. അതുപോലെ നമ്മൾ ഇത്തിരി പ്രായമുള്ള പാസ്റ്റർമാരെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഇടയനാണെന്ന് നമുക്ക് തോന്നിയാൽ, അതൊക്കെ സഭയിൽ നിന്ന് തോന്നി കഴിഞ്ഞാൽ, അത് സഭ കൊണ്ട് ഉപയോഗിക്കണം കഴിയും തോന്നിയാൽ അവർ നീ വിളിച്ചോ എന്ന് പാസ്റ്റ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ അങ്ങനെ വിളിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? വിളിക്കും. പാസ്റ്റർമാരെ കണ്ടൊക്കെ വിളിക്കും. എന്നാൽ യോഗ്യതയുള്ളവർ നിങ്ങൾ വിളിച്ചോളാൻ. യോഗ്യത ഇല്ലാത്തവർ നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങളും പൊട്ടന്മാരാവണം, അല്ലെങ്കിൽ നിങ്ങളും പ്രാന്തന്മാരാവണം, അവരും പ്രാന്തന്മാരാണ്. യോഗ്യതയുണ്ട്. ദേവാലയം വിട്ട് എന്ത് ചെയ്യരുത്? ഉപജീവനം കഴിക്കുന്ന എന്ത് ചെയ്യണം? അതുകൊണ്ട് ജീവിക്കണം. അവൻ എന്തായിരിക്കണം? ഉപദേഷ്ടാവായിരിക്കണം. അവൻ എന്ത് ചെയ്യണം? തെറ്റുകളെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനാണ്. അവൻ ആരായിരിക്കണം? സഭ ഉണ്ടായിരിക്കണം. മനസ്സിലായ? അങ്ങനെ നമ്മൾ ഇവൻ പറയാണ്, നിങ്ങളൊന്നും എനിക്ക് അനുസരിക്കില്ല, എനിക്കറിയാം. എന്നാൽ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ദൈവത്തെ ആരാധിക്കാൻ പോണ്. ഹല്ലേലൂയ. ഈ അവന്റെ വിശ്വാസം കേൾക്കണോ? സംഖ്യാപുസ്തകം 14:8 നിങ്ങൾക്ക് ഇവിടെ വായിച്ച് അത്രയും ഗ്രഹിക്കാൻ കഴിയും. വീട്ടിൽ പോയി പഠിച്ചോളോ. 14:8 സംഖ്യാപുസ്തകം, നമ്പേഴ്സ് 14:8 14:8. അവനൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ വിളിച്ച ദൈവം ആരാണ്? എന്നെ വഴി നിർത്തിയ ദൈവം എന്താണ്? എന്നെ എവിടെ വരെ എത്തിക്കും? ഞാൻ എവിടെ എത്തിച്ചേരും? ഞാൻ ആരോടുകൂടെ വാഴും? എനിക്ക് എന്തെല്ലാം കിട്ടും എന്നുള്ള നല്ല ഉറപ്പ് പ്രാപിച്ചനായിരുന്നു യോശുവ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ യഹോവയെ സേവിക്കും. അന്ന് 14:8 ഒന്ന് വായിക്കാം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന രാജ്യത്തേക്ക് നമ്മെ കൊണ്ടുപോകൂ. മനസ്സിലായ? അവൻ നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകും? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകും. അവന് പ്രത്യാശയുണ്ട്, അവന് വിശ്വാസമുണ്ട്, അവന് ധൈര്യമുണ്ട്, അവന് ഉറപ്പുണ്ട്. ഞാൻ എവിടെത്തും? പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഞാൻ എത്തിച്ചേരും. മരുഭൂമിയിൽ ഹല്ലേലൂയ 30 ലക്ഷത്തില് അനേകർ പട്ടുപോയപ്പോൾ, ദൈവം പ്രസാദിക്കാതെ വന്നപ്പോൾ, ദൈവം ആരെ അനുകൂലിക്കാതെ വന്നപ്പോൾ അവര് ഹല്ലേലൂയ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു, വിട്ടുകളഞ്ഞു. അവർ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ ഞാൻ അങ്ങനെ പട്ടുപോകേണ്ടനല്ല. എനിക്കൊരു വിശ്വാസവും ധൈര്യമുണ്ട്. അവൻ നമ്മെ എന്ത് ചെയ്യും? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എന്നെ കൊണ്ടുപോകും. നമ്മൾ വിശ്വാസത്തിൽ സമ്പന്നരായിരിക്കണം. മനസ്സിലായ? നാം ഉറപ്പുള്ളവരായിരിക്കണം, നാം പ്രത്യാശയുള്ളവരായിരിക്കണം, നാം ദൈവത്തിൽ എന്ത് ചെയ്യണം? ആശ്രയിക്കുന്നവരാണ്. ദൈവം പറഞ്ഞ വാക്ക് നിവർത്തിക്കുമെന്ന് നാം ഉറപ്പ് പ്രാപിക്കണം. ഇവരെ എന്തിനെ വിളിച്ച് വേർതിരിച്ചെന്നറിയോ?
പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പകുതി എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തോട് പെറുപിറുത്തു. അവർ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സഭയിൽ എത്ര വിഭാഗമുണ്ട്? 4 പേര്, 4 വിഭാഗം കേട്ടാ സഭയില്. ഹല്ലേലൂയ. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നാം ഏത് കൂട്ടത്തിലാണ് ആകേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ് പറിച്ചു തന്നു. എന്നാൽ യോശുവ എന്താ പറയുന്നത്? എന്റെ ദേശം ഈ ഭൂമിയിലല്ല, അന്യനാം സാധു ഹാമി ദേശം വിട്ടുപോകും. എന്റെ ദേശം ഇതല്ല, എനിക്ക് പാലും തേനും ഒഴുകുന്ന ദേശം, വാഗ്ദത്തം ചെയ്ത ദേശം, അവകാശമുള്ള ദേശം, അബ്രഹാം ഇസാക്ക് യാക്കോബിന് പറഞ്ഞ ദേശം, എനിക്ക് ഞങ്ങൾക്ക് തലമുറയ്ക്ക് തരാമെന്ന് പറഞ്ഞ ദേശം ഞങ്ങൾക്ക് തരുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും ആർക്കുണ്ടായിരുന്നു? യോസേഫിനുണ്ടായിരുന്നു. ഇന്നൊരാളോട് ചോദിക്കുക, സ്വർഗ്ഗത്തിലെത്തുക? എനിക്കറിയില്ല, എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ എൻ്റെ പാസ്റ്റോട് ചോദിച്ചാൽ മതി. സഹോദരാ, നീ സ്വർഗ്ഗത്തിലേക്ക് പോവോ? എനിക്കറിയില്ല. ആരോട് ചോദിക്കണം? പാസ്റ്റോട് ചോദിക്കുക. അപ്പൊ പാസ്റ്റർ പറഞ്ഞുതരും. അങ്ങനത്തെ ഒരു കാലഘട്ടമല്ല ഇവിടെ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? നമ്മെ എവിടേക്കും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. ഹല്ലേലൂയ. അതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 32:11 വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യമായി അവൻ പറയുന്നതിന്റെ കാരണം? സംഖ്യാപുസ്തകം 32:11. ആരോട് ചേർന്ന് പറ്റി നിന്നു? യോഹോ. നമ്മളെ പറ്റിച്ചേര് ആരോട് ചോദിക്കണം? അവനോട് പറ്റിയിരിക്കാൻ ഞാൻ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തും. നാം ആരോട് പറ്റിച്ചേർന്നവരായിരിക്കണം? മനസ്സിലായ? പാസ്റ്ററോടല്ല, അയൽക്കാരോടല്ല, ദേശക്കാരോടല്ല. നമ്മൾ യഹോവയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവന് ദൈവം അനുഗ്രഹിക്കും, കാനാനേട് കാണിക്കും, കാനാനേട് എത്തിക്കും, അതിന്റെ അനുഭവം അനുഭവിക്കാൻ പറ്റും. അവൻ അവിടെ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളവർ വിധിച്ചു കൊടുക്കുന്നു, അവൻ ആവശ്യമുള്ളത് അവൻ എടുക്കുന്നു. ഇതാണ് യോശുവ. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്ന അറിയുമോ? യഹോവയോട് പൂർണ്ണമായി ഒരു പറ്റി നിന്നു. അതിനുശേഷം പറ്റി നിന്നവനെ ദൈവം അനുഗ്രഹിക്കുകയില്ലേ? അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ഇതാണ് ക്രിസ്തീയ എൻ്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു കൊടുത്തു. ഇതാണ് മോശ ദൈവത്തോടു കൂടെ യഹോവയോട് പറ്റി നിന്നായി നമുക്ക് കാണാൻ കഴിയും. ആ യോശുവയുടെ പുസ്തകം 10:25 വായിക്കാം. അവൻ യുദ്ധത്തിൽ എന്തായിരുന്നു അറിയുമോ? ധൈര്യമുള്ളവനായിരുന്നു. അവർക്ക് യുദ്ധം വന്നപ്പോൾ, ഹല്ലേലൂയ, മോശയ്ക്ക് യുദ്ധം വരും, യോശുവയ്ക്ക് യുദ്ധം വരും, എല്ലാവർക്കും യുദ്ധം വരും. നാം പോർക്കളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തം കൊണ്ടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടുമാണെന്ന് മനസ്സിലാക്കി നാം ദുഷ്ടനോട് പോരാടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ, വിജയിച്ചെങ്കിൽ മാത്രമേ നാം നിത്യയിലെത്തുകയുള്ളൂ എന്ന് പിൽക്കാലം മനസ്സിലാക്കണം. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. അവിടെ തോറ്റു, ഇവിടെ തോറ്റു, എന്തേണ്ടാ? ഹല്ലേലൂയ. അതിന് 10:25 യുദ്ധത്തിൽ ആരായിരുന്നു? ഉറപ്പും ധൈര്യവും. നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഏതെങ്കിലും സങ്കടങ്ങളോ ഹല്ലേലൂയ ദുഃഖങ്ങളോ നെടുവീർപ്പോ വരുമ്പോൾ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നാം ആരായിരിക്കണം? ഉറപ്പും ധൈര്യവും. യുദ്ധം ഉണ്ട് എല്ലാവർക്കും കേട്ടോ, യുദ്ധമില്ലാത്തവരാരുമില്ല. അതെ, നിങ്ങളോട് വരുന്ന സകലത്തോളം യഹോവ എന്ത് ചെയ്തോളും? യുദ്ധം ചെയ്തോളും. സമയമില്ലാത്തതിന് പെട്ടെന്ന് അവിടുന്ന് കടന്നു പോട്ടെ. പുറപ്പാട് പുസ്തകം എന്തുകൊണ്ട് അവൻ ഹല്ലേലൂയ ഇത്രയും ധീരനായിരുന്നു? എന്തുകൊണ്ട് അവൻ ഹല്ലേലൂയ ഇത്രയും പ്രത്യാശയുള്ളവനായിരുന്നു? എന്തുകൊണ്ട് ദൈവം അവനെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം വിഭജിക്കുവാൻ അവനെ ആക്കി തീർത്തുന്നു? ഒരു പുറപ്പാട് പുസ്തകം 17:10 വാക്യം ഒന്ന് വായിക്കാം. മോശ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. 17:10 17:10 എഴുതി വയ്ക്കുക. അതെ, നിന്റെ മേലെ ഒരു പാസ്റ്ററോ ഒരു അധികാരിയോ ഒരു മൂപ്പനോ ഉണ്ടെങ്കിൽ നീ അവൻ പറഞ്ഞ പോലെ ചെയ്യണമെന്നാൽ നീ എവിടെ എത്തുള്ളൂ. പൗലോസ് പറഞ്ഞില്ലേ? അല്ല, പൗലോസ് എന്താ പറഞ്ഞറിയോ?
ശ്രദ്ധിക്കുക. പത്രോസ് പറഞ്ഞെന്നറിയോ? മാനസാന്തരപ്പെടുക, സ്നാനമേൽക്കുക. സ്നാനമേൽക്കാൻ ആരെ പേര് സ്നാനമേൽക്കാൻ പറഞ്ഞെന്നറിയോ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? വായിച്ചിട്ടില്ല. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകാൻ എന്ത് ചെയ്യുന്നത്? പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടുക, ഓരോരുത്തൻ യേശുവിന്റെ നാമത്തില് സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഒപ്പം നടക്കണം, കൂട്ടായ്മ ആചരിക്കണം, വിശുദ്ധി ജീവിക്കണം, പ്രാർത്ഥന കഴിക്കണം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം എന്താണെന്നറിയോ? പക്ഷേ പൗലോസ് പറഞ്ഞാണോ നിങ്ങൾ ചെയ്യുന്നത്? അതെ, പൗലോസ് എന്താ പറഞ്ഞു? പത്രോസ് എന്താ പറഞ്ഞത്? യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ. നിങ്ങൾ ഏത് നാമത്തിൽ സ്നാനപ്പെട്ടെ? നിങ്ങൾ ഏത് നാമത്തിൽ സ്നാനപ്പെട്ടെ അറിയോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. എന്നാൽ ഇവർ പറഞ്ഞ ന്യായാണ് ഞാൻ പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണെന്നത്. ഇവർ പറയുന്നത് പത്രോസ് പറഞ്ഞ് നിങ്ങൾ അനുസരിച്ചുവോ? ഇല്ല. അപ്പൊ പത്രോസ് പറഞ്ഞ് നിങ്ങൾ അനുസരിക്കുക, പത്രോസ് പറഞ്ഞ് ഞങ്ങളും അനുസരിക്കില്ല. എന്തുകൊണ്ടാ അനുസരിക്കാത്ത? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ പറഞ്ഞു. ആര്? പത്രോസ് എന്താ പറഞ്ഞു? മനസ്സിലായുണ്ടോ നിങ്ങൾക്ക്? പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അപ്പോസ്തലന്മാരുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇടയന്മാരുണ്ടായിരിക്കണം, നിങ്ങൾക്ക് പ്രബോധിക്കുന്നവരുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെ ഉപദേശം കേൾക്കണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം. ഞങ്ങളുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ യേശുവിന്റെ നാമത്തിലല്ലേ സ്നാനപ്പെട്ടെ? ഇത് പറഞ്ഞ് തന്ത്രങ്ങളും പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂട്ടത്തിലാണ് നാം ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വചനം എന്ത് പറയുന്നു അതനുസരിച്ച് നിൽക്കണം. ഇവിടെ പറയുന്നത് മോശ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിച്ച് എന്ത് ചെയ്തു? ജീവിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ അലാരത്തില്ല. ഹല്ലേലൂയ. ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 27:20. സംഖ്യാപുസ്തകം 27:20. പല വാക്യങ്ങൾ വായിക്കാനുണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ സമയം അവസാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സംഖ്യാപുസ്തകം ഇസ്രായേൽ ജനമൊക്കെയും അനുസരിക്കേണ്ടതിന് നിന്റെ അപ്പൊ മോശയ്ക്ക് എന്ത് കിട്ടിൻ്റെ? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മെ വിളിച്ചത് 2 തെസ്സലോനി 2:14 അവന്റെ മഹത്വം പ്രാപിപ്പാനത്ര നമ്മെ വിളിച്ചത്. അർത്ഥയ അവന്റെ മഹത്വം പ്രാപിപ്പാനത്ര ദൈവം നമ്മെ എന്ത് വിളിച്ച് വേർതിരി. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നമുക്ക് എന്ത് കിട്ടിൻ്റെ? അല്പം കിട്ടിയിട്ടില്ലേ? മുന്നിമേച്ചരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു മരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30. നമ്മൾ എന്ത് തേജസ്കരിക്കപ്പെട്ടു? മോശ ആരാണ്? തേജസ്കരിക്കപ്പെട്ടു. അവന് ദൈവം എന്ത് ചെയ്തു? ത്വക്ക് പ്രകാശിച്ചു. അപ്പൊ മോശയോട് പറയണേ, മോശേ നീ ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവനാണ്. മോശേ നീ ആരാണ്? നിന്റെ ത്വക്ക് പ്രകാശിയാണ്. മോശേ നീ ആരാണ്? മഹത്വം പ്രാപിച്ചാണ്. അവിടെ ചെന്നിട്ട് മാത്രമല്ല മഹത്വം, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? മഹത്വം പ്രാപിച്ചാണ്. മോശേ നീ മഹത്വം പ്രാപിച്ചാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ മഹത്വത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് എന്ത് ചെയ്യണം? മനസ്സിലായ? യോശയോട് എന്തുകൊണ്ട് യോശ അവിടെ എത്തിയെന്നറിയാമോ? 3-5 കാര്യം പറഞ്ഞു. ഇനിയും അടുത്ത ആഴ്ച സമയം ബാക്കി പറഞ്ഞു തരാം. ചുമ്മാ ഒരു സ്വർഗത്തിൽ എത്തില്ലട്ടാ. കൈയടിച്ചോ എല്ലാവരും സ്വർഗത്തിൽ പ്രതീക്ഷിക്കണ്ട. കണ്ണടച്ചോ എല്ലാവരും സ്വർഗത്തിലില്ല. എല്ലാവരും കൈയടിക്കും. കള്ളുടിയും കള്ളടിക്കും. ഞാൻ കഴിഞ്ഞൊരു ആരാധിക്ക് കണ്ടു, കള്ളുടിനിരുന്ന് കൈകൂട്ടുണ്ട്, കള്ളുടിനിരുന്ന് പാട്ടുപാടുണ്ട്. അപ്പൊ അവരുടെ ധാരണ എന്താ? കല്ലാനടിച്ചാലും കഞ്ചാവ് അടിച്ചാലും കൈയടിച്ചാൽ അവിടെ പോവും? പോവില്ല. കണ്ണടച്ചാൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അവിടുത്തെ മൂപ്പൻ. അപ്പൊ എല്ലാവരും കണ്ണടച്ചു. ഇവര് എന്താ വിചാരിച്ചത്? കണ്ണടച്ചില്ലേ ഞാൻ സ്വർഗ്ഗത്തിൽ. നീ കണ്ണടയ്ക്കും, ഇന്നല്ലെങ്കിൽ നാളെയും കണ്ണടയ്ക്കും. കണ്ണടച്ചവരെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകല്ല, മഹത്വം പ്രാപിക്കാൻ മാത്രം. മോശയോട് പറഞ്ഞു, മോശേ നീ മഹത്വം ഞാൻ നിനക്ക് തന്നു, ഈ മഹത്വം അല്പമായിട്ട് ആർക്ക് കൊടുക്ക്? യോശുവ കൊടുക്ക്. യോശുവ എവിടെ വരട്ടെ? യോർദാൻ കടന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയായ നമ്മ യേശുവിനെ മാത്രം നോക്കി നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വാഗ്ദത്ത നാട്ടിൽ നീ എത്തിച്ചേരും. എത്തിച്ചേർന്നില്ലെങ്കിൽ നിനക്ക് 2 സ്ഥലമായുള്ളൂ, ഒന്ന് സ്വർഗം, ഒന്ന് നരകം. പുതിയ നിയമത്തിൽ ഒരു പോസ്റ്റേ ഉള്ളൂ, ഒറ്റ പോസ്റ്റേ ഉള്ളൂ. എന്ത് പോസ്റ്റുള്ളതെന്നറിയാം? മണവാട്ടി പോസ്റ്റ് മാത്രമേ ഉള്ളൂ. എത്ര പോസ്റ്റ്? അപ്പൊ വചനം പഠിച്ചും വേറെ ഒന്ന് പറയും. കേട്ടോ നിങ്ങൾ? മണവാട്ടി പോസ്റ്റ് നീ പറഞ്ഞില്ലേ? വചനം പഠിച്ചും വേറെ ഒന്ന് പറയും. അവിടെ അവിടെ ഡോക്ടറെ വൈദ്യം ചോദിച്ചു നടക്കണവരെന്ന് കേട്ടില്ലേ? അവിടെ എന്തുണ്ട്?
ജൈവവൃക്ഷത്തിന്റെ ഫലം ജൈവവൃക്ഷത്തിന്റെ ഫലം മണവാട്ടി തിന്നുമ്പോൾ അതിന്റെ ഇല ജാതികൾക്ക് അത് മരുന്നായിട്ട്. അപ്പൊ അവിടെ മരുന്ന് ഇങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? മണവാട്ടി മാത്രമേ അവിടെ ഉള്ളൂ. മറ്റേ ഭാഷ എന്താ പറഞ്ഞത്? ഭാഷ നീ വിചാരിക്കുന്ന മാത്രം പോലെയല്ല. അവിടെ ആരുണ്ട്? ജാതികൾ അവിടെ ഉണ്ടെന്ന് ഉണ്ടായിട്ട്. അത് ആരെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് യഹൂദനെ കുറിച്ച് അവിടെ ഉദ്ദേശിക്കുന്നത്. വിളിക്കപ്പെട്ട യഹൂദനും തെരഞ്ഞെടുക്കപ്പെട്ട യഹൂദനും ദൈവം അംഗീകരിച്ച യഹൂദനും യഹൂദിന് കുറച്ച് കാലഘട്ടം, കൃപയുടെ കാലഘട്ടം കൊടുക്കും. അവരാണ് അവിടെ ജാതികള്. അവരാണ് എന്ത് ചെയ്യുന്നത്? എലന്വേഷ് അവിടെ എലന്വേഷ് നടക്കൊണ്ടിട്ടുണ്ടെന്ന്. ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. എന്നാൽ നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? വിശ്വസ്തനും, ഹല്ലേലൂയ, വാക്ക് പറഞ്ഞവനും, നമ്മെ നിത്യരെത്തിക്കുന്നവനും, നമ്മെ മണവാട്ടി പോസ്റ്റിലേക്ക് വെച്ച് അവനോടുകൂടെ സിംഹാസനത്തിൽ നിന്ന് വാഴേണ്ടവരാണ്. അതുകൊണ്ട് കൈകൊട്ടിയവനെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്നു വിചാരിക്കണ്ട, കണ്ണടച്ചവനെല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്നു വിചാരിക്കണ്ട. വിശുദ്ധയോട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ യുവാക്കളാൽ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇതിന്റെ ബാക്കി എനിക്ക് അടുത്ത ആഴ്ച ഞങ്ങൾക്ക് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം